തിരുവനന്തപുരം കളക്ടറേറ്റിൽ ചൊവ്വാഴ്ചയാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. പരിശോധനയ്ക്കിടെ തേനീച്ച ബോംബ് പൊട്ടിപ്പുറപ്പെട്ടു. ആകെ പുകിലായി, വേണ്ട ബഹളമായി. പുറത്തേക്കുന്ന ജീവനക്കാരെയാണ് കൂടുതലും കുത്താനായിട്ട് ഓട്ടിച്ച് പല സ്ഥലങ്ങളിലായിട്ട് ഒളിച്ച് കുറേ പേരൊക്കെ ഞങ്ങളുടെ ഈ ക്യാൻറ്റീനിനകത്തൊക്കെ വന്ന് കയറി 10-200 പേര് ഇതിനകത്ത് തന്നെ കയറി ഗ്ലാസ്സൊക്കെ ഇട്ടടച്ച് രക്ഷപ്പെട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ആൾക്കാർ ഓടിയപ്പോഴാണ് സംഭവം. പക്ഷേ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഇതുവരെ എത്തി വന്നിട്ട് പോയോ. അപ്പം ഇവിടെ കടന്നല്ലേ, അപ്പോൾ നമ്മുടെ തലയ്ക്കും ഇതിൽ ഒരു 50 എണ്ണം പറന്ന്. പക്ഷേ എൻ്റെ കോട്ടും പിന്നെ ഷീറ്റ്, അതായത് നമ്മുടെ ഫയലൊക്കെ കയ്യിരുന്നുകൊണ്ട് കുടഞ്ഞു പോയി രക്ഷപ്പെട്ടു. ബോംബ് ഭീഷണി റിപ്പോർട്ട് ചെയ്യാനെത്തിയ ഞങ്ങളുടെ പ്രതിനിധി ജിബിൻ തേനീച്ച ബോംബ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ നാവിൽ തേനീച്ച കുത്തി. ഈ ലൈവ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കൂടുതൽ തേനീച്ച അങ്ങോട്ട് വന്നത്. അപ്പോൾ ആ സമയത്ത് ഈ സബ് കളക്ടറൊക്കെ കുത്തിക്കിട്ടിയ കാര്യമൊക്കെ ഒരാളുടെ പ്രതികരണം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ നാക്കിൽ കടന്നൽ കുത്തി. പിന്നീട് അവിടെ നിന്ന് ഒരു കയ്യിലൊരു കർച്ചീഫ് ഉണ്ടായിരുന്നു, അത് വെച്ച് മുഖം മറച്ച് അവിടെ നിന്ന് മാറാൻ ശ്രമിച്ചപ്പോഴാണ് പിന്നീട് കൂടുതൽ തേനീച്ചെത്തി മുഖത്തും തലയുടെ ബാക്കിലും ഒക്കെ കടിച്ചു. അപകടം ഒരിക്കൽ അനുഭവിച്ചറിഞ്ഞതോടെ ബുധനാഴ്ച ഒറ്റ രാത്രി കൊണ്ട് കളക്ടറേറ്റ് പരിസരത്തെ 9 തേനീച്ചക്കൂടുകൾ നീക്കം ചെയ്തു. തീർന്നില്ല, ഇത് നെടുമങ്ങാട്ടെ റവന്യൂ ടവർ. തൊട്ടടുത്ത് കോടതി, തൊട്ടപ്പുറത്ത് സ്കൂള്. റവന്യൂ ടവറിന്റെ മുകളിൽ തേനീച്ചക്കൂടുകൾ. 1ഉം 2ഉമല്ല, കണ്ടു നോക്ക്. കളക്ട്രേറ്റിൽ കണ്ടതൊന്നുമല്ല ഇതിനകത്ത് നടക്കാൻ പോകുന്നത്. കാരണം തൊട്ടടുത്ത് തന്നെ കോടതി. ഈ കോടതിയിൽ ദിനംപ്രതി ഒരുപാട് ആളുകൾ വന്ന് കയറുന്ന സ്ഥലമാണ്. ആരെങ്കിലും ഒരു ചെറിയ കല്ലെടുത്തൊന്ന് അതിലേക്ക് എറിഞ്ഞാൽ അത് കൂടോടുകൂടി ഇളകി വന്ന് ആക്രമിക്കുന്ന രീതിയാണ്. ഇതിന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു 6-7 മാസം മുന്നേ ഇതുപോലെ ഇതിൻ്റെ ജീവനക്കാർക്ക്, KSHBയുടെ ജീവനക്കാർക്ക് ഇവിടെ നിന്ന് ആക്രമണം ഉണ്ടായി. ഇതിൻ്റെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് ചുറ്റും തേനീച്ച കൂടുകൂട്ടിയിട്ടുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് ക്രിക്കറ്റ് മത്സരം നടക്കുന്നതിനിടയിൽ കുറച്ചു പേർക്ക് ഇവിടെ തേനീച്ചയുടെ കുത്തേറ്റത്. ഇപ്പോഴും സ്റ്റേഡിയത്തിന് ചുറ്റും നിരവധി തേനീച്ചക്കൂടുകൾ കാണാം. അന്ന് ഇന്ത്യ എ ഇംഗ്ലണ്ട് ലയൺസ് മത്സരത്തിനിടെയായിരുന്നു സംഭവം. തേനീച്ചയുടെ കുത്തേറ്റ് 4 പേർക്ക് പരിക്കേറ്റിരുന്നു. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് സമീപത്തും അപകടം വട്ടമിട്ട് പറക്കുന്നുണ്ട്. മേൽപ്പാലത്തിനടിയിൽ 2 തേനീച്ചക്കൂടുകൾ വലുതായി വരുന്നു. ഞങ്ങൾ കണ്ടതിൽ ചിലത് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. കളക്ട്രേറ്റിലേതുപോലെ തേനീച്ചയുടെ കുത്തുകൊള്ളാൻ കാത്തു നിൽക്കരുത്. ചെയ്യേണ്ടത് ചെയ്യുക. ശ്യാമിനൊപ്പം TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.